മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസുകൾക്ക് പുതിയ DPR തയ്യാറാക്കാൻ കൺസൾട്ടൻസിയെ നിയോഗിച്ചതായി MP ഡീൻ കുര്യാക്കോസ്. പുതുക്കിയ DPR പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ 2026 സെപ്റ്റംബറിൽ ആരംഭിക്കും. നഗരത്തിലെ തിരക്ക് കുറയുകയും ഒപ്പം നഗരത്തിന് ചുറ്റുമുള്ള മറ്റ് മേഖലകളുടെ വികസനത്തിനും ഇത് വഴിയൊരുക്കും. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വിഭാവനം ചെയ്ത മൂവാറ്റുപുഴ കോതമംഗലം ബൈപ്പാസ് നിർമ്മാണം വേഗത്തിലാക്കാൻ NHAI തീരുമാനം. പദ്ധതികളുടെ പുതിയ DPR തയ്യാറാക്കാൻ കൺസൾട്ടൻസിയെ നിയോഗിച്ചു. ഇവർ പ്രവർത്തനം ആരംഭിച്ചതായി ഡീൻ കുര്യാക്കോസ് MP വ്യക്തമാക്കി. ഞാൻ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് 2019-ലാണ്. അതിനുശേഷം തുടർച്ചയായ പല പരിശ്രമങ്ങളും നടത്തിയതിനു ശേഷമാണ് 2023-ൽ അന്ന് പുതുക്കിയ അലൈൻമെന്റിന്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴയിലും കോതമംഗലത്തും ബൈപ്പാസുകൾ യാഥാർത്ഥ്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ പൂർത്തീകരിച്ചു, കല്ലിട്ട് തിരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലാൻഡ് അക്വിസിഷൻ എസ്റ്റിമേറ്റ് എടുത്ത് ഒടുവിൽ 3 ക്യാപിറ്റൽ D പ്രഖ്യാപിച്ചുകൊണ്ട് നഷ്ടപരിഹാര തുക വിതരണം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അന്ന് 1750 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ 2 പദ്ധതികൾക്കും വേണ്ടി അനുവദിച്ചതെങ്കിൽ അന്നത്തെ ആ സാമ്പത്തിക വർഷം തന്നെ 2023-2024 സാമ്പത്തിക വർഷം തന്നെ ആ പദ്ധതി നടപ്പിലാക്കേണ്ട ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥിതിയായിരുന്നു. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതിഗുരുതരമായ വീഴ്ച അന്ന് സംഭവിച്ചതിൻ്റെ പേരിലാണ് ലാൻഡ് അക്വിസിഷൻ വൈകിപ്പോയത്. ഏതായാലും അന്ന് അങ്ങനെ മരവിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ആ തരത്തിൽ അബാൻഡനായ ഒരു പ്രോജക്റ്റ് വീണ്ടും റിവൈവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. മൂവാറ്റുപുഴക്കാരെ സംബന്ധിച്ചിടത്തോളം, കോതമംഗലംകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ്. ബൈപ്പാസുകൾക്കായി 2023-ൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നെങ്കിലും ഉയർന്ന ഭൂമിവില സംബന്ധിച്ച തർക്കവും ഉദ്യോഗസ്ഥ തലത്തിലെ നിസ്സംഗതയും മൂലം പദ്ധതി നീണ്ടുപോയിരുന്നു. ഇതിനെ തുടർന്ന് പദ്ധതി ഉപേക്ഷിച്ചേക്കുമെന്ന സൂചനകളുണ്ടായിരുന്നെങ്കിലും ബൈപ്പാസ് പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് പുതിയ തീരുമാനം. ഭൂമിയുടെ വില പരമാവധി കുറച്ചുകൊണ്ട് പ്രായോഗികമായ രീതിയിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് അധികൃതരുടെ നീക്കം. ഭാവിയിൽ പാത വികസിപ്പിക്കാനുള്ള സൗകര്യം മുൻനിർത്തിയാണ് ഭൂമി ഏറ്റെടുക്കുക. ദീർഘദൂര വാഹനങ്ങൾക്ക് നഗരമധ്യത്തിൽ നിന്നൊഴിഞ്ഞ് നഗരത്തിന് പുറത്തുകൂടി ബൈപ്പാസ് കടന്നുപോകാൻ കഴിയുന്നതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയൊരളവിൽ പരിഹാരം കാണാൻ ഈ ബൈപ്പാസിന് സാധിക്കും. 2 ബൈപ്പാസുകളും കൂടി ഏകദേശം 15 കിലോമീറ്റർ നീളമുണ്ടാകും. പേവ്ഡ് ഷോൾഡറുകളോടുകൂടിയ ഇരുവരിപ്പാത 12 മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുന്നത്. 2026 സെപ്റ്റംബറോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് NHAI ലക്ഷ്യമിടുന്നത്. നിർമ്മാണം തുടങ്ങി 1 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കും. ബൈപ്പാസുകൾ വരുന്നതോടെ കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്കുള്ള യാത്രാ സമയം കുറയും. വലിയ വാഹനങ്ങൾ ടൗണുകളിൽ പ്രവേശിക്കാതെ ബൈപ്പാസ് വഴി തിരിച്ചുവിടുന്നതോടെ പ്രാദേശിക യാത്രക്കാർക്കും ഇത് വലിയ ആശ്വാസമാകും. പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ മൂവാറ്റുപുഴ കോതമംഗലം ടൗണുകളുടെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് ഇത് വഴിയൊരുക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.